ഹലോ ഗായ്സ്, അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ദിവസമായി. അപ്പോൾ പളനിയിലേക്കുള്ള യാത്രയാണ്. അപ്പം അതാ നമ്മുടെ പളനി മലയാണ് ആ കാണുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം എൻ്റെയും എൻ്റെ അമ്മയുടെയും എൻ്റെ ചേച്ചിയുടെയും പിന്നെ വിയുടെ ഒക്കെ ആദ്യത്തെ പളനി യാത്രയാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പളനി പോകുന്നത്. പിന്നെ അതാണ് നമ്മുടെ പളനിമല. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഭയങ്കര ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു പളനി പോകണം, പിന്നെ മുരുകനൊന്ന് കാണണം, പിന്നെ അവിടുത്തെ പഞ്ചാമൃതം കഴിക്കണം, അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വിയുവിൻ്റെ മുട്ട പഠിക്കാൻ വേണ്ടിയിട്ട് പളനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ റോഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു പളനി മല. പിന്നെ അത് ഉച്ചയായി. അടിപൊളി സദ്യയായിരുന്നു. ഒരു ഹോട്ടൽ, വെങ്കടേഷ് ഹോട്ടലിൽ നിന്നായിരുന്നു. അപ്പോൾ അടിപൊളി സദ്യയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദെൻ പിന്നെ നമ്മൾ റൂമിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര വെയിലാണ്. ചേച്ചി തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്, എനിക്കാണെങ്കിൽ തൊപ്പിയൊന്നുമില്ല. ഭയങ്കര കാറ്റും ഈ ഉച്ച സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയുകയാണ് ഈ വെയിൽ കൊണ്ട് നമ്മൾ കരിഞ്ഞു പോവുകയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിത്തമാശയൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു പോവുകയാണ്. ഭയങ്കര കാറ്റുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തിരിയാതെ തെങ്ങൊക്കെ നല്ലോണം ഇങ്ങനെ ആടുന്നത് നിങ്ങൾക്ക് തിരിയും. പിന്നെ റോഡിലൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഇത് വാങ്ങ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെ റൂമിൽ പോയി നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയതാ നമ്മുടെ ഇവിടേക്ക് വന്നു. നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്ഥലമായിരുന്നു, അതായത് മുട്ട പഠിക്കാനുള്ള സ്ഥലം. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ്, അവന് മുട്ട ഇഷ്ടപ്പെട്ടു എന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ നമ്മളിതാ പളനി മല കയറി. അപ്പോൾ ഫോണൊന്നും അവിടെ അലോഡ് അല്ലായിരുന്നു. അപ്പം പ്രാർത്ഥിച്ചു, മുരുകനെ കണ്ട് മനസ്സിൽ നിറയെ പ്രാർത്ഥിച്ചു. ദെൻ വ്യൂ ആയിട്ട് കുറേ സ്നാപ്പൊക്കെ എടുത്തു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. അതായത് നല്ല ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ടൈം എന്ന് പറയുന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു നമ്മുടെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ. എസ്പെഷ്യലി ഇപ്പം നല്ല അടിപൊളിയായിരുന്നു പളനിയിലെ ആ നൈറ്റ് വൈബ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദെൻ ഇതെന്ന് പറയുന്നത് നമ്മുടെ പാൽക്കാവടി എടുത്ത് പോകുന്ന ഭക്തജനങ്ങളാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ പളനി യാത്രയുടെ അനുഭവങ്ങൾ. അപ്പോൾ ദെൻ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ ട്രിപ്പാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ഭാഗത്തിലേക്ക് കാണാം. ബൈ.